ഹലോ, ഇന്ന് നമുക്ക് നല്ല അടിപൊളി ഒരു ചേമ്പ് മസാലക്കറി കണ്ടാലോ. അപ്പം നമുക്കതിനായിട്ട് ആവശ്യമുള്ളതാണ് 2 വലിയുള്ളി, ഒരു തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കൊച്ചുള്ളി, മല്ലിച്ചപ്പ്, പച്ചമുളക്, കറിവേപ്പില. അപ്പം നമുക്ക് ആദ്യം തന്നെ ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചുവന്നുള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ. മൂത്തതിന് ശേഷം നമുക്കതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക് ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുക. കൂടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉള്ളിയൊക്കെ വഴണ്ട് കിട്ടും കേട്ടോ. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നാൽ നമുക്കതിലോട്ട് തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ നന്നായിട്ടൊന്ന് തക്കാളിയും ഉള്ളിയൊക്കെ വഴണ്ട് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഒക്കെ ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് പച്ചമുളകൊക്കെ മാറുമല്ലോ മസാലയിൽ. അതിനുശേഷം നമ്മൾ ചേമ്പൊക്കെ അതിലോട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ടൊന്ന് തൽക്കാലം കുറച്ച് നേരം ഒന്ന് സിമ്മിലിട്ട് അടച്ച് വെക്കണേ. അതിൽ നിന്ന് വെള്ളം ഇറങ്ങാനുള്ളതൊക്കെ ഇറങ്ങിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കട്ടോ. കൂടെ തന്നെ കുറച്ച് മല്ലിയില കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കട്ടോ. ചേമ്പൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന സമയത്ത് കുറച്ചും കൂടി ഗരം മസാല ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് തിളപ്പിച്ച് നമുക്കതൊന്ന് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതിങ്ങനെ കുറുങ്ങി വരുമ്പോൾ നമ്മൾ ഇറച്ചിക്കറിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് ലാസ്റ്റ് ഗരം മസാല ഇട്ട് കൊടുക്കുമ്പോൾ. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതാ ചേമ്പ് മസാലക്കറി നമ്മളിതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.